സംസ്ഥാനത്ത് നിപ്പ ഭീതി തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ചെങ്ങന്നൂരിൽ ആശങ്കയായി വവ്വാൽ കൂട്ടം. പ്രദേശത്ത് ആയിരക്കണക്കിന് വവ്വാലുകളാണ് താവളം ഉറപ്പിച്ചിരിക്കുന്നത്. ഇതോടെ പ്രദേശവാസികൾ അതീവ ഗുരുതരമായ ആരോഗ്യ സുരക്ഷാ ഭീഷണിയിലാണ്. ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലെ 11-12 വാർഡുകളുടെ അതിർത്തി പ്രദേശങ്ങളായ മുറിയായക്കര മുതൽ ആനന്ദേശ്വര ക്ഷേത്രം വരെയുള്ള ജനവാസ മേഖലയാണ് അതീവ ഗുരുതരമായ ആരോഗ്യ സുരക്ഷാ ഭീഷണി നേരിടുന്നത്. പ്രദേശത്തെ ഐക്കരപ്പുരയിടം, നിരണത്തപ്പുരയിടം, കണ്ടത്തൽപുരയിടം തുടങ്ങിയ പ്രദേശങ്ങളിൽ വൻമരങ്ങളിൽ താവളമുറപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വവ്വാലുകളാണ് നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിലും പാണ്ടനാട് നിവാസികൾ കടുത്ത ആശങ്കയിലാണ്. വവ്വാൽ ശല്യത്തിന് പുറമെ കാട്ടുപന്നികളുടെയും വിഷപ്പാമ്പുകളുടെയും ശല്യവും കൂടിയായതോടെ പ്രദേശം അക്ഷരാർത്ഥത്തിൽ ഭീതിയുടെ നിഴലിലാണ്. നമ്മളത് വന്ന് കണ്ട് മനസ്സിലാക്കിയ അവസ്ഥയാണ്. അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വസ്തുവിൻ്റെ ഉടമസ്ഥർക്ക് കത്ത് നൽകിക്കൊണ്ട് മരങ്ങൾ അടിയന്തരമായി കാട് വെട്ടിത്തെളിക്കാനും അതിൻ്റെ ഉള്ള സംവിധാനങ്ങൾ ചെയ്യാം. പിന്നെ ഹെൽത്തുമായിട്ട് ആലോചിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നടപടികൾ എത്രയും വേഗം ചെയ്യാമെന്ന് ഞാൻ HI ആയിട്ട് സംസാരിച്ചതും പ്രകാരം HI പറഞ്ഞത്, ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു അവയർനെസ് കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറ്ററിനറിക്കാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹെൽത്തിലൊരു അവയർനെസ് കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. അതാണ് ഹെൽത്ത് എന്ന് പറഞ്ഞത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വല്ലതും വേണ്ട നടപടി സ്വീകരിക്കും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മേൽനടപടിയിലേക്ക് നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. വവ്വാലുകളുടെ ശല്യത്തെ തുടർന്ന് ജനവാസ മേഖല നേരിടുന്നത് മാരകമായ പകർച്ചവ്യാധി ഭീഷണിയാണ്. വവ്വാലുകളുടെ വിസർജ്യങ്ങൾ വീടുകളുടെ മുകളിലും മുറ്റത്തും വന്ന് വീഴുന്നതോടെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം പൂർണ്ണമായും മലിനമായി കഴിഞ്ഞു. കിണറുകളിലെ വെള്ളം കുടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കൂടാതെ ഇവയുടെ ശല്യം കാരണം പഴവർഗ്ഗങ്ങളൊന്നും കിട്ടുന്നില്ലെന്നും കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. വവ്വാലുകളുടെ ശബ്ദകോലാഹലം കാരണം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇതിൻ്റെ ശല്യം കൊണ്ട്, ഇതിൻ്റെ വിസർജ്യങ്ങളും കൊണ്ട് കിണറിലെ വെള്ളവും വീടിൻ്റെ പരിസരവും എല്ലാം വൃത്തികേടാണ്. അതുപോലെ കാടും പിടിച്ച്, ഈ പറമ്പുകളെല്ലാം ഏക്കർ കണക്കിന് കാടും പിടിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ ശല്യം കൊണ്ട് ഒരു പഴവർഗ്ഗങ്ങളോ കൊലയോ ഒന്നുമേ ഈ പറമ്പുകളിലൊന്നും കിട്ടില്ല. എല്ലാം പച്ച പോലും അതുങ്ങൾ തിന്ന് തീർക്കും. അതുകൊണ്ട് കൃഷി വരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വീടുകളുടെ 4 പുറവും അല്ലെ വീടിൻ്റെ പരിസരവും എല്ലാം ഇതിൻ്റെ വിസർജ്യം വീണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇതിൻ്റെ ശബ്ദകോലാഹലം കൊണ്ട് ഉറങ്ങാൻ തന്നെ പറ്റില്ല. വെളുപ്പാങ്കാലത്തെ ഒരു 3 മണി മുതൽ ഇതിൻ്റെ ശബ്ദകോലാഹലമാണ്. അതുകൊണ്ട് അതൊരു മനുഷ്യന് ഉറങ്ങാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ. രോഗബാധയുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യമായിട്ടും ആരോഗ്യവകുപ്പ് വേണ്ടത്ര മുൻകരുതലുകൾ ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വവ്വാലുകൾ കൂട്ടം കൂടുന്ന വൻമരങ്ങളുടെ ശിഖരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.